ഓരോ പ്രൊജക്റ്റിലും കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അത് ചെയ്തു തരാൻ ഞങ്ങൾക്ക് സഹായിച്ചു. പിന്നെ കൂടുതൽ ഇതിനകത്ത് കാണുന്ന ഫോക്കസ് ചെയ്യുന്ന എല്ലാവരും കൂടുതൽ മറ്റേ ബുദ്ധകളുണ്ടാവും. വർക്കുകളെല്ലാം വളരെ നന്നായിട്ട് ചെയ്തു തന്നു. ഹോം ടു ഹോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രാജനഗരി എന്നറിയപ്പെടുന്ന തൃപ്പൂണിത്തുറയുടെ ഹൃദയഭാഗത്തുള്ള ലോട്ടസ് നന്ദനം അപ്പാർട്ട്മെൻറ്റ്സിലാണുള്ളത്. വേദപുരി ലോട്ടസ് പ്രോപ്പർട്ടീസിൻ്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. ഇവിടെ പ്രേം സാറിൻ്റെയും കുടുംബത്തിനും വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതൊരു 3 BHK അപ്പാർട്ട്മെൻറ്റാണ്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറുമ്പോൾ നമ്മുടെ നമ്മുടെ ശ്രദ്ധയെ നേരെ കേന്ദ്രീകരിക്കുന്നത് ഒരു ബുദ്ധയുടെ കോൺസെപ്റ്റിലുള്ള ഒരു കൺസോളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു വൈറ്റിൻ്റെ ഒരു ബോക്സ് എലമെൻറ്റിൻ്റെ മുകളിലായിട്ട് ബുദ്ധനെ ഇരിക്കത്തക്ക രീതിയിലാണ് ആ ഒരു കൺസോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റിയർ സൈഡായിട്ട് WPCയുടെ പാനൽസ് കൊടുത്തിട്ട് അതിനകത്ത് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ ലൈറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക് സ്ട്രാപ്പ് ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വേറൊരു ആംബിയൻസിലാണ് ആ മൊത്തം സ്ഥലത്തെയും അത് എൻഹാൻസ് ചെയ്യുന്നത്. അത് കൂടാതെ ബുദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോറ് തുറന്ന് നമ്മൾ എപ്പോഴും വീടിനകത്തേക്ക് കയറുമ്പോഴും ഇറങ്ങി പോകുമ്പോഴും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ദൃശ്യാനുഭവം കിട്ടത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഒരു എൻട്രി പോർഷൻ, അതിൻ്റെ ഒരു ഫോയർ ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ചെറിയൊരു ഷൂ റാക്ക്, അത് ഒരു L ഷേപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വിത്ത് പ്രൊഫൈൽ ഹാൻഡിൽസ് കൊടുത്തിട്ട് അത് ഒരു സ്ഥലത്ത് ഇരുന്ന് നമുക്ക് ഷൂസൊക്കെ കെട്ടുന്നതിനുള്ള ഒരു സ്പേസും അതേസമയം തന്നെ ഷൂസിൻ്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒരു ലെങ്ത് കൂടിയിട്ടുള്ള ഒരു സ്പേസും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോയറിൽ നിന്ന് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ ലിവിങ് റൂം വരുന്നത്. അവിടെ നമ്മളൊരു ചെറിയ ഒരു ഡിസൈൻ എലമെൻറ്റിൽ നമ്മളൊരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടുണ്ട്. ആ പാർട്ടീഷൻ വാൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സീറ്റിംഗ് ഏരിയ ഒരു കംഫർട്ടബിളായിട്ട് പ്ലാൻ ചെയ്ത് കിട്ടാനായിട്ട് സീറ്റിംഗ് ഏരിയ ഒരു L ഷേപ്പിൽ ഒരു 3 സീറ്റർ പ്ലസ് സിംഗിൾ സീറ്ററിൻ്റെ കസ്റ്റം മെയ്ഡ് സോഫയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ആ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിനെ ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ അതിൻ്റെ ലെവൽ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടത്തക്ക രീതിയിലാണ് അതിൻ്റെ ഒരു പാർട്ടീഷൻ വാൾ ചെയ്തിരിക്കുന്നത്. അതൊരു ബോക്സ് ടൈപ്പിൽ തിരിച്ചും മറിച്ചും ഒരു ബോക്സ് എലമെൻറ്റ് വരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മേക്ക് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ ലിവിങ് റൂമിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ലിവിങ് റൂമിൻ്റെ ഈസ്റ്റ് സൈഡ് വാളിലായിട്ടാണ് ഒരു പൂജാ സ്പേസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പൂജാ സ്പേസിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു ചെറിയ സിറ്റിംഗ് പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വീടിൻ്റെ ഏറ്റവും പ്രാർത്ഥനാ നിർഭരമായ ഒരു സ്പേസാണിത്, പൂജാ സ്പേസ്. ഈ പൂജാ സ്പേസ് ഞങ്ങൾ ഒരു പ്രത്യേകമായ ഡിസൈൻസ്, അത് മാഡത്തിന് ഒരു പ്രത്യേക റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു, ബെൽസുകളൊക്കെയുള്ള ഒരു പൂജാ സ്പേസ് വേണം എന്നുള്ളത്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ സെൽഫായിട്ട് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ വേണം, അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു.
പൂജ ആണെങ്കിലും ഒരു വലിയ പൂജാ സ്പേസ് തന്നെ വേണം എന്നുണ്ടായിരുന്നു. പിന്നെ പൂജയിലാണെങ്കിലും ഇങ്ങനെ ലോട്ടസിൻ്റെ ഒരു ഇതും അതുപോലെ ഡോറിലൊക്കെ മണികളും അങ്ങനെയെല്ലാം വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ ഇതുപോലെ അഭിലാഷിനോട് പറഞ്ഞ് ഇങ്ങനെ ചെയ്യിപ്പിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഇതുപോലെ മണികളും എല്ലാമായിട്ട് നല്ല രസത്തിൽ തന്നെ അഭിലാഷ് അത് ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ട്. ഈ ഡോറിനകത്ത് കംപ്ലീറ്റ് ഒരു CNCയുടെ എലമെൻ്റാണ്. അപ്പോൾ അത് ഓരോ ചെക്ക് ഡിസൈൻസ് ചെയ്തിട്ട് അതിനകത്തെ സ്ക്വയർ എലമെൻറ്റുകളെ കട്ട് ചെയ്ത് മാറ്റി ആ കട്ട് ചെയ്ത സ്ഥലത്ത് താമരയുടെ പെറ്റൽസ് ഒരു CNCയിൽ ചെയ്യുകയും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന സ്പേസസുകളിൽ ബെല്ല് കൊടുത്തിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പൂജാ റൂമിനോട് ചേർന്ന് തന്നെ നമ്മളിവിടെ ഒരു സിറ്റിംഗ് പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് സോഫയിൽ ഇരിക്കുന്നത് കൂടാതെ തന്നെ നമുക്ക് ലിവിങ് സ്പേസിൽ കുറച്ച് കൂടുതൽ ആളുകൾക്ക് ഒരു 2-3 പേർക്ക് കൂടി അഡീഷണലായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ആംബിയൻസിൽ നമുക്ക് ഫേസ് ടു ഫേസ് ഒരു കോൺവെർസേഷനുള്ള ഒരു സ്പേസാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2 സോഫ ഇടാനുള്ള സ്പേസ് ഇല്ല, പക്ഷെ നമുക്ക് ഉള്ള സ്പേസിനെ നമ്മൾ സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ എഫക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഒരു സ്പേസ് പ്ലാനിങ് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും ഒരു സൈഡിൽ സോഫയ്ക്കുള്ള സ്പേസും ഒരു സൈഡിൽ ഒരു സിറ്റിംഗ് പ്ലാറ്റ്ഫോമും പൂജാ റൂമിൻ്റെ ഒരു പ്രൊജക്ഷൻ ഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് ഒരു പ്രൊജക്ഷൻ വരും. ആ പ്രൊജക്ഷൻ ഡയമെൻഷനെ അതേപടി തന്നെ കണക്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റിംഗ് എലമെൻ്റാണ് നമുക്ക് ഈ വാളിൻ്റെ കാര്യം. ഓരോ പ്രൊജക്റ്റിലും കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രം അവിടുത്തെ ചില പ്രത്യേകതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്ലയൻറ്റിൻ്റെ ആശയങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടുള്ള കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ്. ഇത് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ഡീറ്റെയിലിംഗ് ആണത്. തൃപ്പൂണിത്തുറ രാജനഗരി എന്നറിയപ്പെടുന്ന തൃപ്പൂണിത്തുറയുമായിട്ട് വളരെയധികം ആത്മബന്ധമുള്ള നമ്മുടെ സാറിനും കുടുംബത്തിനും വേണ്ടിയിട്ട് തൃപ്പൂണിത്തുറയുടെ ചില ഫീച്ചേഴ്സുകളെ, തൃപ്പൂണിത്തുറയുടെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് പൂർണ്ണത്രയീശ അമ്പലവും അതിന് തൊട്ട് ചേർന്നുള്ള മണിമാളികയും പിന്നെ ഉത്സവത്തിൻ്റെ പ്രതീതികളും ആനയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള തൃപ്പൂണിത്തുറയുടെ ഒരു വളരെ രസകരമായിട്ടുള്ളതും വളരെ ഉത്സാഹം നിറഞ്ഞതുമായിട്ടുള്ള ഒരു ആംബിയൻസിൻ്റെ ഒരു പ്രോട്ടോടൈപ്പിനെ ഞങ്ങളിവിടെ ഒരു വാളിലേക്ക് കൊണ്ടുവരിക ചെയ്തത്. ഇത് ആദ്യം നമ്മൾ ഹാൻഡ് സ്കെച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ ഡിസൈൻസ് മേക്ക് ചെയ്യുകയും അതിനുശേഷം ഈ ഇൻഡിവിജ്വൽ ഡിസൈൻസുകളെ എല്ലാം കൂടി അസംബിൾ ചെയ്ത് ഒരു കൊളാഷാക്കി മാറ്റുകയും അതിനെ കസ്റ്റം മെയ്ഡ് വാൾപേപ്പറിൻ്റെ ഒരു ടെക്സ്ചർ ഫിനിഷുള്ള വാൾപേപ്പറിലേക്ക് അത് പ്രിൻ്റ് ചെയ്ത് അത് നമ്മളിവിടെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൂടാതെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ വാൾപേപ്പറിന് കൊടുത്തിരിക്കുന്ന ലൈറ്റിംഗ് ആണ്. സാധാരണ കൺവെൻഷനലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോക്കസ് ലൈറ്റും അല്ലെങ്കിൽ ടാർഗറ്റ് സ്പോട്ടും ഒന്നും അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഷവർ ടോണിലുള്ള ഒരു ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൽ ഫുൾ ലെങ്ത്തിലായിട്ട് വന്നിരിക്കുന്ന ഈ ലൈറ്റ് ശരിക്കും ഒരു മഴ പെയ്ത് അല്ലെങ്കിൽ ഒരു വെള്ളം ഇങ്ങനെ ഒലിച്ച് ഇറങ്ങുന്നത് പോലെ പ്രകാശം അതിൻ്റെ ടോപ്പ് ടു ബോട്ടം അതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഏറ്റവും പവർഫുള്ളായിട്ട് തന്നെ പിക്ചറിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ കാഴ്ചയുടെ ഒരു വലിയ ഒരു ദൃശ്യാനുഭവം നൽകത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ് കിട്ടുന്നത് നമുക്കിവിടെ. ലിവിങ് റൂമിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാനായിട്ട് ലിവിങ് റൂമിൽ ഇവിടെ നമ്മൾ ലിവിങ് റൂമിൽ മാത്രമേ ഫോൾ സീലിംഗ് കൊടുത്തിട്ടുള്ളൂ. ഈ ഫോൾ സീലിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് ഇവിടെ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ പ്രൊഫൈൽ ലൈറ്റ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ കൊടുക്കുന്ന ലീനിയർ പ്രൊഫൈൽസിനെക്കാളും കോർണർ പ്രൊഫൈൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സീലിങ്ങിനെ 2 ലെവലായിട്ട് കട്ട് ചെയ്ത് ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഫാൻ കൊടുക്കുകയും ആ ഫാനിൻ്റെ കോർണേഴ്സിനെ കണക്ട് ചെയ്തിട്ട് കോർണർ പ്രൊഫൈൽസിൻ്റെ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ സീലിങ്ങിൻ്റെ ബോട്ടം പോർഷൻസിൽ നമ്മൾ ലീനിയർ പ്രൊഫൈൽസും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് വൈറ്റും വാമും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ കൺസോളിൻ്റെ ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഈ കൺസോളിൻ്റെ റിയർ സൈഡായിട്ട് ഒരു DB ബോക്സ് ഉണ്ട് ഇവിടെ. ഈ DB ബോക്സിനെ കൺസീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് എടുത്ത് കളയാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ WPCയുടെ ഈ ഫ്ലൂട്ടഡ് പാനൽസ് ഇവിടെ ചെയ്യുമ്പോൾ അതൊരു ഡോർ പ്രൊവിഷനായിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഡോറ് നമുക്ക് ഇവിടെ തുറക്കാനും അടയ്ക്കാനും DBക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരില്ല. എന്നാൽ അതേസമയം തന്നെ ഒരു പുഷ് ബട്ടൺ
കോൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ നിന്ന് നമ്മൾ ഡൈനിങ് കിച്ചൺ ഭാഗത്തേക്ക് എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഫോയർ സ്പേസ് ആണുള്ളത്. ഇവിടെ രസകരമായിട്ടുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസോട് കൂടി തന്നെ നമ്മളിവിടെ ഒരു സീലിംഗ് ലൈറ്റ്, അതൊരു റൗണ്ട് ഷേപ്പിലുള്ള ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗ് ലൈറ്റ് കൂടാതെ ഇതിൻ്റെ 3 സൈഡ് വാളിലും വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു വാളിൻ്റെ ഒരു ബ്ലാങ്ക്നെസ്സിനെ കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും ഒരു പിക്ചറും ഇതിൻ്റെ ഈ ഭാഗമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു പാർട്ടീഷൻ വാളാണുള്ളത്. ആ പാർട്ടീഷൻ വാൾ നമ്മൾ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈ വിത്ത് അതിനകത്ത് ഒരു ഗ്ലാസ് ഷെൽഫിൻ്റെ കോൺസെപ്റ്റ്സിൽ നമുക്ക് ക്യൂരിയോസുകൾ പ്ലേസ് ചെയ്യുന്നതിനുള്ള ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് റൂമിലേക്ക് എൻട്രി ആണ്. ഡൈനിങ് റൂമിൻ്റെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ഡൈനിങ് ഹാൾ കം ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ടാണ് വരിക. ഈ ഫാമിലി ലിവിങ് സ്പേസിൽ TV കൊടുക്കുന്നതിനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ഒരു ഡൈനിങ് ടേബിളാണ്. ഡൈനിങ് ടേബിൾ സ്പേസ് സേവിങ്. ഇവിടെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാനുള്ള 2 ഡോറുകളും ഈ ഡൈനിങ് റൂമിൻ്റെ ഈ ഭാഗത്ത് വരുന്നത് കൊണ്ട് നമുക്ക് അവിടെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് അതിൻ്റെ ഒരു സ്പേസിനെ മാനേജ് ചെയ്യാൻ പാകത്തിന് റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡൈനിങ് ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ആ ഡൈനിങ് ടേബിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിൽ ബ്ലാക്ക് ഗ്ലാസും അതിൻ്റെ 4 സൈഡിലും ചെയേഴ്സ് നമുക്ക് ചേർത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക ഒരു റൗണ്ട് ക്ലിയർ ഫിനിഷ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് റൂമിൻ്റെ ഒരു സൈഡിലുള്ള വാളിൽ നമുക്ക് ഈ പാർട്ടീഷൻ വാളിനെ കണക്ട് ചെയ്ത് തന്നെ വരുന്ന രീതിയിൽ ഒരു 2 ലെഡ്ജുകളും അതിനെ ബാക്ക് വാളിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് ഒരു വാൾപേപ്പറും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ലൈറ്റും ചെറിയൊരു മ്യൂറലിൻ്റെ കോൺസെപ്റ്റ്സും കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ 2 വാൾ ഫാനുണ്ട്. ഇതേ കോൺസെപ്റ്റും ഇതേ തീമും ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ 2 പെൻഡൻറ്റും ഇതിനെ ഒക്കെ കൂടി കണക്ട് ചെയ്തിട്ട് ഈ ഒരു തീമിനോട് മാച്ച് ചെയ്തിട്ട് ഒരു ക്ലോക്കും അതിൻ്റെ ലാമ്പും ഷെയ്ഡ്സും എല്ലാം ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് റൂമിനോട് ചേർന്ന് തന്നെ ആണ് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് വരുന്നത്. ആ ബാൽക്കണി സ്പേസിലാണ് നമ്മുടെ വാഷ് ബേസിൻ യൂണിറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത്. പിന്നെ വാളിൽ നിന്നാണ് ഇതിൻ്റെ ടാപ്പ് വരുന്ന രീതിയിൽ. അപ്പോൾ അതിനെ മാച്ച് ചെയ്യത്തക്ക രീതിയിൽ ഒരു ജെറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ബ്ലാക്ക് ഗ്രാനൈറ്റ് തന്നെ L ഷേപ്പിൽ കണക്ട് ചെയ്ത് മുകളിലേക്ക് കൊടുക്കുകയും അതിൻ്റെ റിയർ സൈഡായിട്ട് കംപ്ലീറ്റ് നമ്മൾ വാൾ ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. വാൾ ക്ലാഡിംഗ് ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ വാൾ ക്ലാഡിംഗ് ടൈൽസിൻ്റെ സെൻറ്ററായിട്ട് നമ്മളൊരു LED മിറർ കൊടുത്തിട്ടുണ്ട്. LED മിറർ ജസ്റ്റ് ടച്ച് ചെയ്താൽ നമുക്ക് അത് ഓൺ ആകുകയും ഓഫ് ആവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിനകത്ത് വാമും വൈറ്റും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ പ്രസ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയും കുറയുകയും ചെയ്യും. ഇപ്പോൾ കുറഞ്ഞു വരുന്ന പോലെ തന്നെ ഇതിനെ വീണ്ടും ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരികയും ചെയ്യും. അപ്പോൾ ഇതൊരു വാം വൈറ്റ് നമ്മുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകളിലാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ കിച്ചനാണ്. അടുത്തത് കിച്ചണാണ്. നമുക്ക് ഇവിടെ ചെറിയൊരു സ്പേസ് ആണ് ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് സ്റ്റോറേജ് മാക്സിമം എങ്ങനെയും ഉള്ള രീതിയിൽ ചെയ്തു തരാൻ അഭിലാഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിലാഷ് അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ പല ഇൻസ്റ്റയിലും എല്ലായിടത്തും നോക്കുമ്പോൾ പല ഈ വിക്കർ ബാസ്ക്കറ്റ് ആണെങ്കിലും അതുപോലെ ഷട്ടർ ഡോർ ആണെങ്കിലും അതൊക്കെ വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ അഭിലാഷ് അത് ചെയ്ത് സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അത് ചെയ്തു തരാൻ ഞങ്ങൾക്ക് സഹായിച്ചു. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. അഭിലാഷിനോട് ഒരുപാട് നന്ദിയുണ്ട്. സ്പേസ് പ്ലാനിങ്ങിൻ്റെ എഫക്റ്റീവ് പ്രിൻസിപ്പിൾസ് എല്ലാം ഉപയോഗിച്ച് ഈ കോമ്പാക്ട് കിച്ചന് മാക്സിമം സ്റ്റോറേജ് സ്പേസ് കിട്ടത്തക്ക രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് കുക്ക് ചെയ്യാവുന്ന രീതിയിലും അതേസമയം സൗത്തിലേക്ക് നിന്നിട്ട് ഇതിൻ്റെ വാഷ് ചെയ്യാവുന്ന സിങ്കും വെസ്റ്റിൽ ഫ്രിഡ്ജും ഒരു വർക്ക് ട്രയാങ്കിൾ എഫക്റ്റീവായിട്ട് കിട്ടത്തക്ക രീതിയിലാണ് ഇതിൻ്റെ മിനിമം ബേസിക് ഫങ്ഷനിങ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ബോട്ടം ക്യാബിനറ്റ്സും ടോപ്പ് ക്യാബിനറ്റ്സും ഈ ടോട്ടൽ കോൺസെപ്റ്റും ഒരു ഗ്രേ
ആൻഡ് വൈറ്റ് കോമ്പിനേഷൻസിലാണ് ഇത് മൊത്തം സെലക്ട് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ക്യാബിനറ്റ്സുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അക്രിലിക്കിലാണ്. അത് അക്രിലിക്കിൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് അക്രിലിക്കാണ്. ഹൈ ഗ്ലോസി ടൈപ്പിലുള്ള അക്രിലിക്കും അതിനോട് ചേർന്ന് തന്നെയുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഹാൻഡിൽ, ബ്ലാക്ക് കളറിൽ കൺസീൽഡ് ആയിട്ട് വരത്തക്ക രീതിയിലുള്ള ഹാൻഡിലുമാണ്, പ്രൊഫൈൽ ഹാൻഡിൽസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വാളിൽ നമ്മൾ ഗ്രേ കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ പീസായിട്ട് കട്ട് ചെയ്ത് അതിന് ഇടയ്ക്ക് അപ്പോക്സി കൊടുക്കത്തക്ക രീതിയിലും ക്യാബിനറ്റ്സിൻ്റെ ടോപ്പിലായിട്ട് ജെറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്ന. ജെറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റിൻ്റെ കോർണർ സ്പേസിൽ ആ ജെറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് തന്നെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് അത് ഒരു ബോർഡറായിട്ട് ബോട്ടം സ്പേസിൽ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ടൈലിൻ്റെ സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടാതെ ഇവിടെ ഒരു ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഹാഫ് ലെയർഡ് ചിമ്മിനിയാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ക്യാബിനറ്റ്സുകൾ, ടോപ്പ് ക്യാബിനറ്റ്സുകളിൽ കംപ്ലീറ്റ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് GTPT പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കംപ്ലീറ്റ് പ്ലേറ്റും സാധനങ്ങളും ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൂടാതെ അതിൻ്റെ താഴെ നമ്മൾ ചെറിയ 2 സ്പൈസ് റാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിൽ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പാകത്തിന് 2 സ്പൈസ് റാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൻ്റെ യൂണിറ്റ് നമ്മൾ ഒരു കോമ്പാക്റ്റ് ആയിട്ട് കിച്ചൻ്റെ മോഡ്യൂൾസിനകത്ത് തന്നെ പ്ലേസ് ചെയ്യത്തക്ക രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ ആ കോർണർ സ്പേസിനെ പരമാവധി ഉപയോഗിക്കത്തക്ക രീതിയിൽ ഒരു ഷട്ടർ സ്പേസിലുള്ള സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും സ്റ്റോറേജ്, നമുക്ക് മാക്സിമം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കുന്നതിനുള്ള ഒരു സംഭവമുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഓവനും, മൈക്രോവേവ് ഓവനും അതുപോലെ തന്നെ OTGക്കുമുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് കിട്ടുന്ന ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ നമ്മൾ മനോഹരമായിട്ട് നമുക്ക് ഈ കിച്ചണിൽ ഉപയോഗിക്കുന്ന പല ഹാങ് ചെയ്ത് ഇടാൻ പറ്റുന്ന നീളത്തിലുള്ള എലമെൻസുകൾ, നീളമുള്ള തവിയോ അതുപോലത്തെ സാധനങ്ങളോ അല്ലെങ്കിൽ ചെറിയ ക്ലീനിങ്ങിൻ്റെ എന്തെങ്കിലും എലമെൻസുകളോ ഒക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫുൾ ലെങ്ത്തിൽ ഇങ്ങനെ പുൾ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെയധികം യൂസ്ഫുള്ളാണ്. അതുകൂടാതെ ടോപ്പ് ടു ബോട്ടം സ്റ്റോറേജ് സ്പേസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഈ ഫ്രിഡ്ജിനോട് ചേർന്ന് തന്നെ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു സ്പേസിലായിട്ട് വിക്കർ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. വിക്കർ ബാസ്ക്കറ്റ് നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഒന്നാണ്. കാരണം നമുക്ക് ഉള്ളി, സവാള തുടങ്ങിയിട്ടുള്ള നമുക്ക് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേടായി പോകുന്ന എയർ കിട്ടേണ്ടതായിട്ടുള്ള വെജിറ്റബിൾസും സാധനങ്ങളും ഒക്കെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് വിക്കർ ബാസ്ക്കറ്റ് എന്നുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഗ്രേ ടോണിലും വൈറ്റ് ടോണിലുമാണ് നമ്മളിതിൻ്റെ ഡിസൈൻ മേക്ക് ചെയ്തിരിക്കുന്നത്. എഫക്റ്റീവായിട്ട് ഒരു നിൽപ്പിൽ തന്നെ നമുക്ക് എല്ലാം ആക്സസ് ചെയ്യത്തക്ക രീതിയിൽ ഒരു ചെറിയ ഡയമെൻഷനിൽ തന്നെ നമ്മൾ മാക്സിമം സ്പേസിനെ ഉപയോഗപ്രദമാക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ മേക്ക് ചെയ്തിരിക്കുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റിന് 3 ബെഡ്റൂംസുകളാണുള്ളത്. അതിൽ ഒരു ബെഡ്റൂം നമ്മൾ കയറി വരുന്ന ഫോയറിൻ്റെ ഈ ഭാഗത്തായിട്ടും ബാക്കി 2 ബെഡ്റൂംസുകൾ ഡൈനിങ് റൂമിൻ്റെ 2 സൈഡായിട്ടും. ഈ 3 ബെഡ്റൂമുകളിൽ നമ്മൾ ഒരു മിനിമം കോൺസെപ്റ്റ്സിൽ ഒരു വാർഡ്രോബ്സിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഒരു സ്റ്റോൺ ഫിനിഷുള്ള ഒരു ലാമിനേറ്റും അതോടൊപ്പം തന്നെ വുഡൻ്റെ ടോണും. ഇപ്പോൾ ഇവിടുത്തെ എല്ലാം ഒരു റോസ് വുഡ് ടോണുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ലാമിനേറ്റ്സുകളാണ്. ഒരു വാൾനട്ട് അല്ലെങ്കിൽ റോസ് വുഡ് ആ ഒരു കോൺസെപ്റ്റ് പ്ലസ് വൈറ്റ് പ്ലസ് ഗ്രേ ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഡിസൈൻ പാറ്റേൺസ് എല്ലാം മേക്ക് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ്സുകളും എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വാർഡ്രോബ്സിൻ്റെ സൈഡിലായിട്ട് തന്നെ സ്റ്റഡി ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഡ്രസ്സിംഗ് ടേബിളും വിത്ത് മിററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് പ്രേംകുമാർ. ഞാൻ ദുബായിൽ സെറ്റിലാണ്. ഞങ്ങളിങ്ങനെ ഒരു തൃപ്പൂണിത്തുറയിൽ പൂർണ്ണ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വീട് എന്ന ഒരു നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ലോട്ടസുമായിട്ട് ബന്ധപ്പെട്ടത്. ലോട്ടസാണ് നമ്മളുടെ നിർമ്മലാനന്ദം അഭിലാഷിനെ കുറിച്ച് പറഞ്ഞതും ഞങ്ങൾ അഭിലാഷിനെ കോണ്ടാക്ട് ചെയ്തു. അഭിലാഷ് നമ്മൾക്ക് ഇൻറ്റീരിയറിൻ്റെ എല്ലാ വർക്കുകളും ചെയ്ത് കാണിച്ചു തന്നു. പിന്നീടാണ് അഭിലാഷ് എൻ്റെ വൈഫിൻ്റെ സിസ്റ്ററിൻ്റെ വീടും ഇൻറ്റീരിയർ ചെയ്ത് അറിഞ്ഞത്. അപ്പോൾ കുറച്ചുകൂടി അഭിലാഷമായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാനും നമുക്ക് ബന്ധപ്പെടാനൊക്കെ ആവശ്യപ്പെട്ടു. ഈവൻ ദോ നമ്മൾ ദുബായിലാണെങ്കിലും നമുക്ക് അഭിലാഷിനെ കോണ്ടാക്ട് ചെയ്യാനും വളരെ എളുപ്പമായിരുന്നു. എല്ലാ ഇതുകളും നമ്മൾ വാട്സാപ്പ് വഴിയും അങ്ങനെ കോണ്ടാക്ട് ചെയ്തു എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ഞാൻ ജസ്റ്റ് ഒരു ദിവസം മുമ്പാണ് പാലുകാച്ചിന് മുമ്പായിട്ടാണ് വന്നിയത്. പക്ഷേ വർക്കുകളെല്ലാം വളരെ നന്നായിട്ട് ചെയ്തു തന്നു. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഓവറോൾ എല്ലാം നല്ല ഒരു ഇതായിരുന്നു. അഭിലാഷിന് വെരി വെരി താങ്ക്സ്. ഇപ്പോൾ ഈ ഫ്ലാറ്റ് അച്ഛൻ്റെ ആക്ച്വലി ഒരു ഡ്രീം പ്രോജക്റ്റ് പോലെയാണ്.
ലൈക്ക് തൃപ്പൂണിത്തുറയിൽ തന്നൊരു ഫ്ലാറ്റ് വേണമെന്ന്. പിന്നെ ഫ്ലാറ്റ് മാത്രമായിരുന്നു അച്ഛൻ്റെ ഒരു ഏരിയ, ബാക്കി എല്ലാം വീട്ടിലുള്ള ഇൻറ്റീരിയറും പിന്നെ കിച്ചൺ വർക്ക്സ് എല്ലാം അമ്മയുടെ ഒരു അമ്മയുടെ ഒരു ഐഡിയാസാണ്. പിന്നെ കൂടുതൽ ഇതിനകത്ത് കാണുന്ന ഫോക്കസ് ചെയ്യുന്ന എല്ലാവരും കൂടുതൽ മറ്റേ ബുദ്ധകളുണ്ടാവും, പിന്നെ പുറത്തുണ്ടാവും, പിന്നെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരെണ്ണം ഉണ്ടാവും, പിന്നെ കിച്ചണിൻ്റെ മുമ്പിലുണ്ടാവും, അകത്തുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. ഇതൊക്കെ അതെ, ഇതൊക്കെ മൊത്തം അമ്മയുടെ കുറെ ഏരിയ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.